ശ്രീ ജിൻഡോ, രാഹുൽ ഈ പതിവില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആക്രമണം അഴിച്ചുവിടുന്നത്. എന്താണ് ഇതിന്റെ ഉദ്ദേശ്യം? ജയിലിലടയ്ക്കാനുള്ള വെമ്പൽ, പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കാനുള്ള വെമ്പൽ ഇപ്പോൾ കൂടുതലും രാഹുലിനാണെന്നാണ് ഇന്നത്തെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ശ്രീ മഞ്ജുഷ്, ഇതിൽ പിണറായി വിജയനെ ജയിലിലടയ്ക്കാനുള്ള ഒരു വെമ്പലല്ല. നമ്മൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനും തോന്നുന്ന ഒരു സംശയമുണ്ടല്ലോ. ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന, പ്രതിപക്ഷ ചേരിയിൽ നിൽക്കുന്ന BJP വിരുദ്ധരായിട്ടുള്ള രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരൊക്കെ വലിയ രീതിയിൽ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഹേമന്ത് സോറനെ പോലുള്ള ആളുകൾ ജയിലിലാണ്. അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് പോകുന്നു. ജയിലിൽ പോകാൻ തയ്യാറല്ലാത്ത അല്ലെങ്കിൽ ഭയപ്പാടുള്ള പല നേതാക്കന്മാരും BJPയിലേക്കോ BJPയുടെ ചേരിയിലേക്കോ ചേക്കേറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അല്ലാത്ത ആളുകളെ നിരന്തരം വേട്ടയാടുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നു. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പോലും അതിനേക്കാളൊക്കെ മുൻപ് തുടങ്ങിയ പല കേസുകളും കേരളത്തിൽ ED ഉൾപ്പെടെ, CBI ഉൾപ്പെടെ, അല്ലെങ്കിൽ മറ്റ് IT ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ ഫയലുകളായിട്ടുള്ള കേസുകളിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ മകളോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ കക്ഷിയാണെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ച് നമ്മളൊക്കെ പറയുന്ന ഒരു പ്രതിപക്ഷം മുഴുവൻ പറയുന്ന ഒരു ആക്ഷേപമുണ്ട്. ഇത് കേന്ദ്രത്തിന്റെ BJP സർക്കാരിന്റെ വേട്ട നായ്ക്കളാണ് എന്ന്. ഇതേ വേട്ട നായ്ക്കൾക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ പിണറായി വിജയനെയോ അദ്ദേഹത്തിന്റെ മകളെയോ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ സഖാക്കന്മാരെ കാണുമ്പോൾ യജമാന തുല്യ സ്നേഹമാണെന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ഒരാൾക്കും തർക്കമുണ്ടാകില്ല. CPM-കാർക്ക് പോലും തർക്കമുണ്ടാകില്ല. ലൈഫ് മിഷൻ കോഴക്കേസിൽ അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി 100 ദിവസം ജയിലിൽ കിടന്നിട്ട് പോലും ഒരിക്കൽ പോലും തെളിവില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെ ജയിലിലിടേണ്ട കാര്യമില്ലല്ലോ. തെളിവുണ്ടെന്ന് BJP നേതാക്കന്മാരും കേന്ദ്ര സർക്കാരിനെ എൻഡോഴ്സ് ചെയ്യുന്ന ആളുകളും ഒക്കെ പറയുന്നുണ്ട്. എങ്കിൽ അങ്ങനത്തെ ഒരു കേസിൽ സെക്രട്ടറി ജയിലിൽ കിടക്കുമ്പോൾ അതിന്റെ ലൈഫ് മിഷന്റെ ചെയർമാനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് ആ വിഷയത്തിൽ എന്ത് ചോദ്യം ചെയ്യലാണ് നടത്തിയിട്ടുള്ളത് നമ്മൾക്കറിയില്ല. ഇനിയും കരുവന്നൂരിലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, കരുവന്നൂരിലെ സഹകരണ ബാങ്ക് കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടപടികൾ എത്രത്തോളം വേഗതയിലാണ് പോകുന്നതെന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ആളുകൾക്ക് സംശയമുണ്ട്. ഇനി മറ്റൊന്നാണ് ഗോൾഡ്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ വന്നും പത്തനംതിട്ടയിൽ വന്നും ഒക്കെ നിരന്തരം പ്രസംഗിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ട്. ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സ്വർണ്ണക്കടത്ത് നടന്നതെന്ന് എനിക്ക് അറിയാം എന്ന്. അങ്ങനെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉണ്ടായിട്ട് പോലും ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരാളെ പോലും വിളിച്ച് ചോദ്യം ചെയ്യാനോ മുഖ്യമന്ത്രിയോട് ആ വിഷയത്തിൽ ഒരു മറുപടി ചോദിക്കാനോ എന്തുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറാകുന്നില്ല? ഇതൊക്കെ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനും സംശയങ്ങളല്ലേ? കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നിങ്ങൾക്ക് പൊതുവിൽ വിശ്വാസമില്ലല്ലോ. അപ്പോൾ പിന്നെ പിണറായിയുടെ കാര്യം വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് അന്വേഷണ ഏജൻസികളെ വിശ്വസിക്കുന്നു? അതെ മഞ്ജുഷ, അതിൽ 2 അഭിപ്രായമാണ്. ഒന്നാമത്തെ അഭിപ്രായം, മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ BJPയുടെ ചട്ടുകമായിട്ട് നിന്ന് പ്രതിപക്ഷ നേതാക്കന്മാരെ വേട്ടയാടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ആ വേട്ട നായകർക്ക് കേരളത്തിൽ വരുമ്പോൾ CPM നേതാക്കന്മാരെ, പിണറായി വിജയനെ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കാണുമ്പോൾ യജമാന തുല്യ സ്നേഹമാണെന്ന്. അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് കേന്ദ്ര ഏജൻസികളെ വിശ്വാസമില്ല എന്ന് പറയുന്ന ആ വാചകം അത് കുറെ കൂടി അന്വർത്ഥമാകല്ലേ. ഈ കേന്ദ്ര ഏജൻസികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ സഖ്യത്തിൽ നിൽക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാകുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പിണറായി വിജയൻ ജയിലിലാകുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അല്ല, അങ്ങനെയല്ല അതിനെ കാണണ്ടേ. അരവിന്ദ് കെജ്രിവാൾ ജയിലിലാകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് പോലെയല്ല പിണറായി വിജയൻ ജയിലിലാകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ ജയിലിൽ പോകുന്നതിനോട് ഞങ്ങൾക്കും യോജിപ്പില്ല. ഇപ്പോൾ പിണറായി വിജയനെതിരെ അദ്ദേഹത്തിന്റെ മകളുടെ എക്സാലോജി സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം നടത്താൻ ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന കേന്ദ്ര ഏജൻസികളും, അതുപോലെ കരുവന്നൂരിലെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കൊള്ളയടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഊർജിത അന്വേഷണം നടത്തുന്ന കേന്ദ്ര ഏജൻസികളുടെയും ലക്ഷ്യം പിണറായി വിജയന് അനുകൂലമായി, അതായത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ രാജ്യം മുഴുവൻ ഉണ്ടായ കേജ്രിവാളിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം പോലെ പിണറായി വിജയന് അനുകൂലമായിട്ട് ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെടാൻ സാഹചര്യമുണ്ടെങ്കിൽ, ഒരു സഹതാപ തരംഗം ഉണ്ടെങ്കിൽ, അതിൽ നിന്ന് ഗുണം CPM-നോ LDF-നോ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ UDF-ന്റെ സീറ്റ് ഷെയർ കുറയ്ക്കാൻ പറ്റിയാൽ അത് BJPക്ക് ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ടല്ലോ.
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ BJP ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തെയും ഞങ്ങൾക്ക് സംശയമുണ്ട്. പിണറായി വിജയൻ ജയിലിൽ പോകണമായിരുന്നെങ്കിൽ പണ്ടേ പോകണമായിരുന്നു, എത്രയോ കാലം മുമ്പ് പോകണമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പല്ലേ അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ EDയുടെ പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. പക്ഷെ അക്കാര്യം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹത്തിന്റെ പാർട്ടിയും മറച്ചു വയ്ക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവർക്കാണ് മാനക്കേട്. പക്ഷെ BJPയുടെ നേതാക്കന്മാർ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ എന്തുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മറച്ചു വെച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ഒരു ചാനൽ ചർച്ചയിൽ BJPയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള സുരേഷ് കുമാർ പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ ചെയ്തതിന്റെ പേരിൽ നിങ്ങളുടെ നേതാക്കന്മാർ കേരളത്തിൽ മുഖ്യമന്ത്രിയാകണ്ട എന്ന. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? പിണറായി വിജയനെ, കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയനെ ഒത്താശ ചെയ്യുന്നത് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളും BJPയുമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ടല്ലോ. അല്ല, ഒരു കാര്യം കൂടി ജിൻഡോ, ഇതിനകത്ത് മറ്റൊരു കാര്യം വരുന്നത്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന് ശേഷം, ഇങ്ങനെ ആരോപണം ഉന്നയിച്ചതിന് ശേഷം പറയുന്ന കാര്യം, നമ്മൾ ഇന്ത്യ സഖ്യത്തിലാണ്, അതുകൊണ്ട് മോദിയെയാണ് ആക്രമിക്കേണ്ടത്, അല്ലാതെ പരസ്പരം അല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കരുത് എന്ന് പറയുന്നു. ഇപ്പോൾ രാഹുൽ പറയുന്നു ഞാൻ മോദിയെ ആക്രമിക്കുന്നു, പിണറായി എന്നെ ആക്രമിക്കുന്നുവെന്ന്. CPMന്റെ നേതാക്കൾ പറയുന്നത് കോൺഗ്രസ്സുകാർ മോദിയെ ആക്രമിക്കാൻ തയ്യാറാകുന്നില്ല, പകരം CPMന്റെ നേതാക്കളെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയുമാണ് ആക്രമിക്കുന്നതെന്ന്. ഇതങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. എപ്പോഴും ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്തായാലും ഇന്ത്യ സഖ്യം വിടൂ, കാരണം കേരളത്തിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ആർക്കും ആരെയും ആക്രമിക്കാവുന്ന സാഹചര്യമാണുള്ളത്. എന്നിട്ട് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതെന്തിനാണ് എന്ന മറുചോദ്യം എന്തിന് ചോദിക്കുന്നു? രാഹുൽ എന്തിനാ അങ്ങനെ ചോദിക്കുന്നു? പിണറായി വിജയൻ എന്നെ ആക്രമിക്കുന്നു എന്ന്. എന്തുകൊണ്ടാണ് പിണറായി വിജയന് പറ്റില്ലാത്തത്? പിണറായി വിജയന് പറ്റുമല്ലോ രാഹുലിനെതിരെ ആരോപണം ഉന്നയിക്കാൻ. തീർച്ചയായിട്ടും മഞ്ജുഷ, പിണറായി വിജയന് രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഈ കോൺഗ്രസിന്റെ ബൂത്തിലുള്ള പ്രവർത്തകൻ തൊട്ട് AICC വരെയുള്ള ആരെയും വിമർശിക്കാനുള്ള അവകാശമുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ ഇന്ത്യ മുന്നണിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി വന്ന് നോമിനേഷൻ കൊടുക്കുന്നു, മത്സരിക്കുന്നു. ഈ നിമിഷം വരെ ഇന്നല്ലേ അദ്ദേഹം പ്രതിപക്ഷ CPM നേതാക്കന്മാർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളൂ. നാളെ ഇതുവരെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ബഹുമാനത്തോടെ തന്നെയാണ് ഇവരൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ വയനാട്ടിൽ മത്സരിക്കുന്ന ആനി രാജയെ ആയിക്കോട്ടെ, CPMന്റെ നേതാക്കന്മാരായിക്കോട്ടെ, നരേന്ദ്രമോദിയുടെ പേരെടുത്ത് വിമർശിക്കാൻ കാണിക്കുന്നതിനേക്കാൾ വലിയ ആവേശത്തോടുകൂടി രാഹുൽ ഗാന്ധിയാണ് വിമർശിക്കുന്നത്. എന്നിട്ട് അവർ ഇന്ത്യ മുന്നണിയാണെന്ന് പറയും. എന്ത് ഇന്ത്യ മുന്നണി? കേരളത്തിൽ ഇന്ത്യ മുന്നണി ഒന്നുമില്ല. കേരളത്തിൽ ഞങ്ങൾക്ക് CPMഉം BJPയും ഒക്കെ ഒരുപോലെ തന്നെ ശത്രുക്കളാണ്. ഞങ്ങൾ നരേന്ദ്രമോദിയെ എങ്ങനെ എതിർക്കുന്നോ അതുപോലെ തന്നെ അതിനേക്കാൾ ശക്തമായിട്ട് കേരളത്തെ കഴിഞ്ഞ 8 വർഷമായിട്ട് കൊള്ളയടിക്കുന്ന പിണറായി വിജയനെയും ഞങ്ങൾ എതിർക്കും. പക്ഷേ ഇതിലൊരു സാമാന്യ മര്യാദയുണ്ടല്ലോ. കേരളത്തിന് പുറത്ത് ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ ആ സാമാന്യ മര്യാദ പുലർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി നാളെ ഇതുവരെ വിമർശിക്കാതിരിക്കുകയും പക്ഷെ ആ മര്യാദകളൊന്നും പുലർത്താതെ ഒരിക്കൽ പോലും 8 വർഷത്തിനിടയ്ക്ക് നരേന്ദ്രമോദി എന്നോ അമിത്ഷാ എന്നോ പറയാതെ ഡൽഹിയിൽ ഒരാളുണ്ട്, ഡൽഹിയിൽ വേറൊരാളുണ്ട് എന്നൊക്കെയല്ലേ, ആ ഭാഷയല്ലേ പിണറായി വിജയൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അദ്ദേഹം എത്ര പ്രാവശ്യം നരേന്ദ്രമോദിയുടെ പേരെടുത്ത് വിമർശിച്ചിട്ടുണ്ട്.